രൂപയുടെ റോഡും മേടിച്ചു, അതുപോലെ തന്നെ 16,000 രൂപയുടെ റീലും മേടിച്ചു കേട്ടോ. എന്താണെന്ന് അറിയാം, ചേർമിനെ പിടിക്കാൻ വേണ്ടി ഏകദേശം 36,000 രൂപ വില വരുന്ന ഈ സാധനം വെച്ചാൽ അതിന് ചേർമിനെ വരാൻ പിടിക്കാൻ വേണ്ടി പോകണം. ഒരുപാട് ഫാൻ ബേസ് ഉള്ള റോഡാണ് നമ്മുടെ ഈ റോഡ് കേട്ടോ. അതായത് ബോണിന്റെ വോയേജ് സീസ് റോഡ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഭയങ്കര ഹിറ്റ് റീലാണ് നമ്മുടെ കുറാഡ, ഷിമാനോ കുറാഡ 201 HGK കേട്ടോ. ഈ സാധനം ഇപ്പൊ അവൈലബിൾ അല്ല. ഞാനാണെങ്കിൽ ഇത് ഭയങ്കരമായി തപ്പിയെടുത്ത് കിട്ടുക കേട്ടോ, മേടിച്ചാണ് കേട്ടോ. അപ്പം ഈ സാധനം നമ്മൾ തകർക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബോണിന്റെ വോയേജ് റോഡുകൾ ഒന്ന് ട്രാവലിലൊക്കെ പോയി മീൻ പിടിക്കണം കേട്ടോ. അപ്പൊ ഞാനിത് വാങ്ങിച്ചപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചാൽ വെച്ചോ എടുത്തൊരു വീഡിയോ ആണ്. നമ്മളിത് മീൻപിടുത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മളിതിന്റെ ജസ്റ്റ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, രണ്ടിന്റെയും കേട്ടോ. ഷിമാനോ കുറാഡോയുടെയും അതുപോലെ നമ്മുടെ ബോണിന്റെ വോയേജിന്റെയും കേട്ടോ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ റോഡ് പരിചയപ്പെടുത്താം, എന്നിട്ട് നമുക്ക് റീലിലേക്ക് ഇടങ്ങാം കേട്ടോ. റോഡ് ആദ്യം തന്നെ പരിചയപ്പെടുത്താതിരിക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് സെറ്റപ്പ് ആയിട്ട് സാധനം വന്നത്. ഇതിന്റെ കവറിങ് കേട്ടോ, നിങ്ങൾ എന്നെ ഭംഗിയെന്ന് നോക്കി. ആകെ പാടെ 160-170 ഗ്രാം. ഇതിന്റെ കവറുടെ കൂട്ടി 200 ഗ്രാം വെയിറ്റ് എഴുതുള്ളൂ കേട്ടോ. ഈ സാധനം അതിനകത്ത് ഉണ്ടെന്ന് പോലും പറഞ്ഞത് അത്രയ്ക്ക് ലൈറ്റ് ആട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ സാധനം മേക്ക് ചെയ്തേക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു സ്ട്രാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ബെൽറ്റിലൊക്കെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. നൈസായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, ബോൺ സീരീസ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. കേട്ടോ നല്ല അടിപൊളി ഒരു പാക്കിംഗ് ആണ്, നല്ല കംഫർട്ട് കേട്ടോ. നമുക്ക് അതായത് റോഡുകൾക്കൊന്നും ഒരു സ്ക്രാച്ച് തരണമൊന്നും വരാത്ത രീതിയിലാണ് ഈ സാധനം മേക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഭയങ്കര ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. ഓക്കെ കേട്ടോ. അവിടെയാണെങ്കിൽ ബോൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റോഡിന്റെ ഡീറ്റെയിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ വോയേജ് BVC 664H എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1, 2, 3, 4 4 കള്ളിയായിട്ട് വരുന്നത്. അതായത് നമ്മുടെ റോഡ് 4 പീസ് റോഡാണ് കേട്ടോ, ട്രാവൽ റോഡാണ്. അപ്പൊ നമുക്ക് സ്റ്റിക്കർ ഇവിടെ പൊളിക്കാം. ഓക്കെ, സ്റ്റിക്കർ പൊളിച്ചു കഴിയുമ്പോൾ ഈ സൈഡിലാണ് ഇതിന്റെ ഫസ്റ്റ് പീസ് കേട്ടോ. ഇതാണ് ഇതിന്റെ ബഡ്. നിങ്ങൾ നോക്കി എന്നാ ഭംഗിയാന്ന് നോക്കി, ഭയങ്കര ഭംഗി കേട്ടോ. പ്രീമിയം ലുക്ക് കേട്ടോ. ശ്രദ്ധിച്ചു നോക്കി, ഉള്ള എക്സ് കാർബൺ റാപ്പിംഗ് ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഭംഗിയിലാണ് സാധനം മേക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ബഡ് തന്നെയാണ്, ഇതിന്റെ ഡിസൈൻ ആണ്. വേറെ ഒരുപാട് റോഡുകളൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ബോണിന്റെ ഡിസൈൻ പോലെ വേറെ ഒരു സാധനം മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. അതാണ് ഈ ബോണിന് ഇത്രയും ഫാൻ ബേസ് വന്നിരിക്കുന്നത് കേട്ടോ. ഭയങ്കര സെറ്റപ്പ് റീൽ സീറ്റിംഗ് ആണ്. നമുക്ക് ഭയങ്കര ഹാലിംഗ് ആയിരിക്കും റീലൊക്കെ പിടിക്കുമ്പോൾ കേട്ടോ. പിന്നെ റീൽ സീറ്റിംഗ് ഒക്കെ ഉണ്ടോ, അതായത് അവിടെ ആ മുറുക്കും സംഭവം കണ്ടോ, ഭയങ്കര സെറ്റപ്പ് ആട്ടോ. അവിടെ എല്ലാം ഫിജിയോണാണ് മേക്ക് ചെയ്തേക്കുന്നത്. ഫിജിയുടെ റീൽ സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ബഡിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അടിപൊളി ബഡ് കേട്ടോ. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ, ഇതിന്റെ രണ്ടാമത്തെ പോർഷൻ. ഇവിടെയാണ് നമ്മുടെ ഇതിന്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കണ്ടോ. ഇതിന്റെ ആണെങ്കിൽ ഇതിന്റെ ഈ റോഡിന്റെ കാസ്റ്റിംഗ് പേരും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ്, നമ്മുടെ ടോപ്പ് സെക്ഷൻ കേട്ടോ, രണ്ടാമത്തെ സെക്ഷൻ കേട്ടോ. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബോൺ വോയേജ്. പിന്നെ ഇതിന്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിജിയുടെ ഗൈഡുകളാണെന്ന് കൊടുത്തിട്ടുണ്ട്. 100% കാർബൺ ആണെന്നൊക്കെ പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ. ഓക്കെ, അങ്ങനെ കുറച്ച് ടാഗുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ടോപ്പ് സെക്ഷൻ കയറ്റി വെക്കുന്ന പോർഷൻ കണ്ടോ, റാപ്പിംഗ് ഉണ്ടോ, അവിടെ വരെ റാപ്പിംഗ് കേട്ടോ. ഇതാണ് നമുക്ക് ഇതിവിടെ കയറ്റി വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവലോട് വാങ്ങിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട്, അതായത് ഓരോരോ ബഡുകളും കറക്റ്റ് ആയിട്ട് കയറ്റി വെക്കണം. അവിടെ കൃത്യമായിട്ട് ഇങ്ങനെ കയറ്റി വെക്കണം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് പലരുടെ റോഡുകളൊക്കെ ഒടിയുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരുന്നാലേ ഉള്ളൂ സാധനം സെറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. ആ ഒരു ഇതുവരെ വന്നപ്പോൾ തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കിയേ. ഞാൻ അടുത്ത കാണിക്കാം. അയ്യോ ഇങ്ങനെ ഇറങ്ങി വേടാ. ഇതാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് സെക്ഷൻ കേട്ടോ. അതായത് ഈ സെക്ഷൻ, അതായത് ഇവിടെ ഫുള്ള് റാപ്പിംഗ് ആണ്, ഇവിടെയും ഫുള്ള് റാപ്പിംഗ് കേട്ടോ. പക്ഷെ ഇവിടെ റാപ്പിംഗ് വന്നിട്ടില്ല കണ്ടോ, ടോപ്പ് സെക്ഷൻ വന്നിരിക്കുന്നത്. ഇത് റാപ്പിംഗ് ഇല്ല, നോർമലായിട്ട് വരുന്ന റോഡുകളുടെ പോലെ തന്നെ. പക്ഷെ ഓടിയതൊന്നുമില്ല കേട്ടോ, നമ്മൾ നല്ലവരും ഉപയോഗിക്കണം. ഓക്കെ, ഈ സെക്ഷൻ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ ഒരു ഫിനിഷിംഗ് എന്ന് നോക്കി. ഇത് ഇതേ ഈ ബഡ് കയറ്റി വെച്ചിട്ടുണ്ടെന്ന് പോലും പറയത്തില്ല, അത്രയ്ക്കും ഫിനിഷിംഗിലാണ് സാധനം വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെയാണെങ്കിൽ അടുത്ത ബഡ് വെച്ചിരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ബഡ് ഇവിടെ കയറ്റി വെക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഓരോ 2 പോയിന്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ആ പോയിന്റിന്റെ ലെവലിൽ നേരെ വെച്ചാൽ മതി. ഏറ്റവും ടോപ്പിലെ സെക്ഷൻ അയവ. ഇതും ഈ ഏറ്റവും ടോപ്പിലേതും ഏകദേശം ഒരേപോലെ റാപ്പിംഗ് വന്നേക്കുന്നത്. ഏറ്റവും ടോപ്പിൽ 2 താഴത്തെ 2 ഏകദേശം ഒരുപോലെ കേട്ടോ. ഇത് നമുക്ക് കയറ്റി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് ഇതിന്റെ മീൻപിടുത്തമൊക്കെ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ കയറ്റി വെക്കുമ്പോൾ കറക്റ്റ് എടുത്ത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. ടൈറ്റ് ആയിട്ട് വെച്ചാലേ ഉള്ളൂ മീൻ അടിക്കുമ്പോൾ ഹുക്കപ്പ് എടുക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ കേട്ടോ. നമ്മുടെ റോഡിന്റെ എല്ലാ ബഡുകളും ഞാൻ കൃത്യമായിട്ട് കയറ്റി വെച്ചു കേട്ടോ. 1, 2, അതുപോലെ 3, 4 ബഡ് കേട്ടോ. കൃത്യമായിട്ട് നമ്മൾ ബഡുകളെല്ലാം കയറ്റി വെക്കണം. എന്തായാലും നമ്മുടെ റോഡിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. ഭംഗിനെ കുറിച്ച് ആദ്യം പറയാം കേട്ടോ. നല്ല അടിപൊളി ഭംഗിയാണ്. ബഡ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല അടിപൊളി ബഡാണ് നമ്മുടെ റോഡ് വന്നേക്കുന്നത്. അതുപോലെ ഈ ബഡിന്റെ ആ ഒരു റാപ്പിംഗ് കേട്ടോ, നല്ല അടിപൊളി റാപ്പിംഗ്, എക്സ് കാർബൺ റാപ്പിംഗ് ആണ് വന്നേക്കുന്നത്. അതുപോലെ ബഡിന്റെ ഏറ്റവും അടിവശമൊക്കെ നിങ്ങൾ നോക്കി, അതായത് നമ്മുടെ മിലിറ്ററിയുടെ ഒക്കെ ഒരു കളറിലെ ഡിസൈൻ ഒക്കെയാണ് സാധനം വന്നേക്കുന്നത്. അടിവശം ഒരു ബ്ലാക്ക് ആണ്, അതിന്റെ ഇടയ്ക്ക് ഒരു റിംഗ് ഒക്കെ പോലെ വരുന്നുണ്ടോ, നിങ്ങൾ നോക്കി ഒരു റിംഗ് പോലെ വരുന്നുണ്ടോ കണ്ടാ. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു റിംഗ് ഒക്കെ പോലെ വരുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ ഇവിടെയാണെങ്കിലും EVA നല്ല അടിപൊളിയായിട്ടാണ് മിലിറ്ററിയുടെ സെറ്റപ്പിൽ വന്നേക്കുന്നത്. നല്ല അടിപൊളി ഫിജിയുടെ റീൽ സീറ്റിംഗ് ആണ് നമ്മുടെ റോഡ് വന്നേക്കുന്നത്. നല്ല പക്ക ഹാൻഡിലിംഗ് ആയിരിക്കും കേട്ടോ. നമ്മൾ റീലൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല പക്ക ഫിനിഷിംഗ്, നല്ല ഹാൻഡിലിംഗ് വരും. അതുപോലെ എനിക്ക് ഇതിന്റെ
ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഇവിടെ ആണ് കേട്ടോ. നമ്മുടെ റീല് ടൈറ്റ് ചെയ്യുന്ന പോർഷൻ കണ്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു സാധനമാണോ വന്നേക്കുന്നത് കേട്ടോ, പക്കാ ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ ബോണിന്റെ ഒരു തലയോട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബോണിന്റെ തലയോട്ടിയുടെ പടം ബോണെന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ വോയേജെന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ കേട്ടോ. ഒരു സെക്ഷൻ കഴിഞ്ഞു, അടുത്ത സെക്ഷനാണിത്. ഓക്കെ, പിന്നെ ഇതിന്റെ ബാക്കിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ റോഡിന്റെ കാസ്റ്റിംഗ് വെയിറ്റിനെ കുറിച്ചൊക്കെ. അതുപോലെ ഇവിടെ ആണെങ്കിലും BVC664H എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് BV എന്ന് പറഞ്ഞാൽ ബോൺ വോയേജ്, 664 എന്ന് പറഞ്ഞാൽ റോഡിന്റെ ലെങ്ത് ആണ് കേട്ടോ. അതായത് 6 അടി 6.4 ഇഞ്ച്, ആ ഒരു അതായത് 6.25 അടിയോളം നമ്മുടെ റോഡിന് ലെങ്ത് ഉണ്ട്. 7 ഫീറ്റ് അല്ല നമ്മുടെ റോഡ് വരുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ആക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫാസ്റ്റ് ആക്ഷൻ ആണ്, H ആണ് നമ്മുടെ റോഡ് വരുന്നത്. ഫാസ്റ്റ് ആക്ഷൻ, ഹെവി ആക്ഷൻ ആണ് നമ്മുടെ റോഡിന് വരുന്നത്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂർ കാസ്റ്റിംഗ് വെയിറ്റ് കേട്ടോ, 10 to 40 ഗ്രാംസ് കേട്ടോ. ഒരു റോഡ്, അതായത് നല്ല റോഡുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വെയിറ്റ് കൊടുക്കും. അപ്പൊ ഈ റോഡിന് കറക്റ്റ് കാസ്റ്റിംഗ് വെയിറ്റ് കൊടുക്കുന്നത് 10 to 40 ഗ്രാംസ്. അപ്പൊ നമുക്കൊരു 12 ഗ്രാം തൊട്ടുള്ള ഒരു 36 ഗ്രാം ഒക്കെ വരെ ലൂറുകൾ നമുക്ക് അടിപൊളി, 37 ഗ്രാം ഒക്കെ വരെ അടിപൊളി നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ടോപ്പ് വാട്ടർ അതുപോലെ ഫ്രോ ഒക്കെ എറിയാൻ സൂപ്പർ ആയിരിക്കും. വേറെ സംഭവം ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ നോക്കി. ഇതാണെങ്കിൽ വാറന്റിയുടെ കേട്ടോ, നമ്മുടെ റോഡ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു വാറന്റി കിട്ടും. അതായത് 1 year വാറന്റി ഉണ്ട്. അതായത് നമ്മുടെ റോഡിന്റെ ഏതെങ്കിലും പോർഷൻ ഒടിഞ്ഞു വല്ലതും പോകുവാണെങ്കിൽ 1 yearനുള്ളിൽ ഒടിയുന്നെങ്കിൽ ഈ കാണുന്ന കോഡ് കണ്ടു, ഒരു കോഡ് കൊടുത്തേക്കുന്നുണ്ടോ, ഈ കോഡ് വെച്ച് നമ്മൾ ഇത് വാറന്റിക്ക് അപ്ലൈ ചെയ്യും. എടുത്ത ഷോപ്പിൽ കൊടുത്താൽ മതി. അപ്പം അവിടെയാണെങ്കിൽ നമുക്ക് ഈ സാധനം വന്നു കഴിയുമ്പോഴത്തേന് ഏകദേശം 30 അല്ലെങ്കിൽ 40% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതായത് റോഡിന്റെ പീസ് മാറി കിട്ടത്തില്ല, നമുക്ക് ഡിസ്കൗണ്ട് എത്രയും കിട്ടും. അതാണ് ഇതിന്റെ വാറന്റി കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ വരുന്നത്. നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നോക്കിയോ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഈ റാപ്പിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഭംഗി കേട്ടോ. നിങ്ങൾ നോക്കി, പക്ക റാപ്പിംഗ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി വെച്ചേക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ റോഡിന്റെ ഗൈഡുകളെല്ലാം തന്നെ ഫ്യൂജിയുടെ ഗൈഡുകൾ കേട്ടോ. ഇവിടെ എല്ലാം എഫ് എന്ന് എഴുതി വെക്കും കേട്ടോ. ഓക്കെ, ഇവിടെ എഫ് എന്ന് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഗൈഡുകളിലും എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. കാര്യം ഫ്യൂജിയുടെ ഗൈഡുകൾ കേട്ടോ. ഫ്യൂജിയുടെ ഗൈഡുകൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. അതുപോലെ ഇതിന്റെ ആ ഒരു സെറാമിക് ഒന്നും പെട്ടെന്നൊന്നും പോകത്തില്ല. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സെറാമിക് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റോഡുകൾക്ക് വരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫ്യൂജിയുടെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ, നമ്മുടെ ബോൺ വോയേജ് കേട്ടോ. നല്ല അടിപൊളി റോഡ്. എന്താണെങ്കിലും എനിക്കിത് സാധനം ഉപയോഗിക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്കും സെറ്റപ്പ് ഭംഗിയാണ് സാധനം കാണാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഈ റോഡിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കുറാഡ വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റീലിലേക്ക് ഇറങ്ങാം കേട്ടോ. ഷിമാനോ കുറാഡോ 201 HGK കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്നും ജസ്റ്റ് നിങ്ങളെ കാണിച്ചിടാം. ഒത്തിരി ഡീറ്റെയിൽ കാര്യം നടത്തില്ല, ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിലാക്കി നമുക്ക് പിന്നീട് മീൻ പിടിക്കാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ ബോക്സിന്റെ ഭംഗി നിങ്ങൾ കണ്ടു. ഒരു ഗ്രീൻ കളറിലെ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ ബാക്കിൽ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ടോ. ഇവിടെയാണെങ്കിൽ ഹെഗാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൈക്രോ മൊഡ്യൂൾ ഗിയറിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്, ഞാൻ ബോക്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യട്ടെ. അത് കാണിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നിങ്ങളെ. ഇതാണ് നമ്മുടെ റീൽ കേട്ടോ, നമ്മുടെ ഷിമാനോ കുറാഡോ. എന്നെ ഭംഗിയുള്ള കളറാന്ന് നോക്കി. അതായത് ഒരു സെക്സി ബ്ലാക്ക് ആണ് നമ്മുടെ റീലിൽ വന്നിരിക്കുന്നത്. അടിപൊളി കളറാണ് കേട്ടോ. ഓക്കെ, ഈ സാധനം ഇപ്പൊ കിട്ടാണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. അടിപൊളി റീലാണ് കേട്ടോ. ഞാനത് കുറെ തപ്പിയിട്ടാണ് ഈ സാധനം എനിക്ക് കിട്ടിയത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അതുപോലെ ക്യൂട്ടായ റീലാണ് നമ്മുടെ ഷിമാനോ കൂടുതൽ ഇറക്കുന്നത്, കുറാഡൊക്കെ പ്രത്യേകിച്ച് കേട്ടോ. പിന്നെ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ DC ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. DC-യുടെ പറഞ്ഞാൽ ഇച്ചിരി കൂടെ ലൈറ്റ് ആണ്. ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നമുക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ, ഈ കളർ വെച്ചാണ് ഞാൻ റോഡ് വാങ്ങിച്ചത്. നിങ്ങളെ കാണിച്ച റോഡ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാകും കേട്ടോ. ഓക്കെ, ഇതിന്റെ ആ ഒരു ഹാൻഡിൽ ഉണ്ടോ, കുറാഡോ ഷിമാനോന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷിമാനോന്റെ ഹാൻഡിൽ അല്ല, പക്ക അടിപൊളി ഹാൻഡിലാണ്. കമ്പനി ഹാൻഡിൽ പക്ക സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അതുപോലെ ഡ്രാഗിന്റെ ആ ഒരു ഇതും ഡ്രാഗിന്റെ ക്ലിക്കറൊക്കെ നല്ല ക്ലിക്കർ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഡ്രാഗ് സൗണ്ട് അല്ല, ക്ലിക്കർ സൗണ്ട്, ഇതിവിടുത്തെ സൗണ്ട് കേട്ടോ. ഓക്കെ, അതിന്റെ സൈഡിൽ തന്നെ മൈക്രോ മൊഡ്യൂൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഗിയറിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഹാൻഡിലിന്റെ ആ ഒരു ഇതിലൊക്കെ ഉണ്ടോ, പവർ നോബ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലെന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡിന്റെ കേട്ടോ. പിന്നെ ഇതിന്റെ ടെൻഷൻ നോബ് ഉണ്ടോ, ടെൻഷൻ നോബിന്റെ കളർ ഉണ്ടോ, പക്ക ഒരു ഗോൾഡ് കളറിലാണ് നമ്മുടെ ടെൻഷൻ നോബ് വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ തമ്പാറൊക്കെ നല്ല അടിപൊളി സ്മൂത്ത് തമ്പാറാട്ടോ. ഓക്കെ, അപ്പൊ ഈ ടെൻഷൻ നോബിന്റെ ഇവിടുത്തെ കളറൊക്കെ വെച്ചാണ് ഞാനാണെങ്കിൽ നമ്മുടെ ബ്രൈഡ് ഇട്ടിരിക്കുന്നത്, ഗ്രീൻ കളറിലെ ബ്രൈഡ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെയും അതുപോലെ നമ്മുടെ ലയൺ റോളറിന്റെ അവിടെയും ഒരു ഗോൾഡ് കളർന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ സൈഡിൽ കുറാഡോ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ സൈഡിൽ 201 HG എന്ന് കൊടുത്തിട്ടുണ്ട്, ഷിമാനോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ മലേഷ്യ 201 HGK എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റീലിന്റെ ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 7.4:1 ആണ് ഗിയർ റേഷ്യോ വന്നിരിക്കുന്നത്. അതായത് ഹൈ ഗിയർ റേഷ്യോ കേട്ടോ. XH എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഹൈ ഗിയർ റേഷ്യോ ആണ്. എക്സ്ട്രാ ഹൈ റേഷ്യോ നമ്മുടെ സ്കോർപ്പിയോയുടെ എക്സ്ട്രാ ഹൈ റേഷ്യോ ആണ്, 8 സംതിങ് ആണ്. ഇതാണെങ്കിൽ 7.4:1. അതായത് നമുക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ, നല്ല കാസ്റ്റൻസ് കിട്ടും, അതുപോലെ പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ 7.4:1 ഗിയർ റേഷ്യോ വരുന്നത്. അതുപോലെ നമ്മുടെ ഇതിന്റെ ഡ്രാഗ് വന്നേക്കുന്നത് പറഞ്ഞാൽ 5 kg ഡ്രാഗ് ആണ് വന്നേക്കുന്നത് നമ്മുടെ റീലിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീലിന്റെ ആകെപ്പാടുള്ള വെയിറ്റ് 215 ഗ്രാം കേട്ടോ നമ്മുടെ ഈ റീലിന്റെ വെയിറ്റ് വന്നേക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അടിപൊളി റീലാണ് കേട്ടോ. കറക്കി ജസ്റ്റ് കാണിച്ചിട്ടാണ്.
സ്പൂള് നിറഞ്ഞു തുടങ്ങണം, നിന്ന് കറങ്ങിക്കോളും നമ്മുടെ സ്പൂള്. എൻ്റെ അഭിപ്രായം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക, അതിനകത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കവർ ഊരിപ്പോത്തില്ല കേട്ടോ, അതാണ് ഈ കുറാട് പ്രത്യേകത. ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം അല്ല, ഇതിലാണ് ഇതിന്റെ പരിപാടി നടക്കുന്നത് കേട്ടോ. ഇതാണ് ബ്രേക്കിംഗ് വന്നേക്കുന്നത്. അപ്പോൾ ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം, അടച്ചു വെക്കാം. ഇതാണ് നമ്മുടെ ബ്രേക്കിംഗ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തുറന്നിടുന്നതനുസരിച്ച് നമുക്ക് ബാക്ക്ലാഷിന്റെ ഇത് കുറയും. അപ്പോൾ ഇച്ചിരി അറിയാവുന്നവർക്കാണെങ്കിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ. 3 നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്, ഒരെണ്ണം നമ്മൾ തുറന്നിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, എന്താണെന്ന് ഞാൻ ക്ലോസ് ചെയ്യുവാണ്. ജസ്റ്റ് സൂക്ഷിച്ചിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, സംഭവം ക്ലോസ് ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റീല്, നമ്മുടെ കുറാഡോ, ഷിമാനോ കുറാഡോ 201 HGK കേട്ടോ. അപ്പൊ നമ്മുടെ റീല് നമുക്ക് നമ്മുടെ റോഡിൽ ഏറ്റവും വെക്കാൻ വേണ്ടി ഇതിന്റെ ഭംഗികളൊന്ന് കാണിച്ചു തരാം കേട്ടോ. റീൽ സീറ്റിനോട് എഴുതിക്കുന്നത് കേട്ടോ, അതായത് ക്വാളിറ്റി ഫിജി പ്രൊഡക്റ്റ് കേട്ടോ. ഇവിടെയും ഫിജിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് റീലിലൂടെ പതുക്കെ കയറ്റി വെക്കാം. പതുക്കെ കയറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്തണം കേട്ടോ. ഓക്കെ, നമ്മുടെ റീല് നമ്മുടെ റോഡിൽ വെച്ച് കേട്ടോ. നിങ്ങൾ ഇതിന്റെ ആ ഒരു അവസാനത്തെ ആ ഒരു ഭംഗിയുണ്ടോ, നിങ്ങൾ ഫിനിഷിംഗ് ലുക്ക് എന്നെ രസമാണെന്ന് നോക്കി. അതായത് റോഡിന്റെ കളറും റീലിന്റെ കളറും പക്ക മാച്ചാണ് കേട്ടോ. അത്രയും സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് റോഡ് ഏകദേശം ഒരു സെക്സി ബ്ലാക്ക് തന്നെയാണോ, ഒന്നും പറയാനില്ല. ആ ഒരു സെറ്റപ്പാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഹാൻഡ്ലിംഗ് കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ റീലിന്റെ ഹാൻഡ്ലിംഗ്, അതായത് റീൽ സീറ്റിംഗ് പക്കയായിട്ട് ഒരു ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് കറക്റ്റ് വിരലൊക്കെ പിടിച്ചാൽ ഈ റോഡ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആകെപ്പാട് നമ്മുടെ റോഡ് 160 ഗ്രാം കണ്ടുള്ളൂ. റീൽ 215, അവിടെ കൂടിയ 300 സംതിങ്ങേ ഉള്ളൂ കേട്ടോ, വെയിറ്റ് ആകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് വരാല് ചെറുമീനൊക്കെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഇനി ട്രാവൽ ഒക്കെ ചെയ്ത് പതുക്കെ എവിടെയൊക്കെ പോയി മീനൊക്കെ പിടിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സറിക്കുന്ന ബെൽ ബട്ടൺ അവിടെയൊക്കെ എനേബിൾ ചെയ്യുക. നമ്മൾ ഇന്ന് വെറൈറ്റി അല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ടലേക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടിപൊളി വീഡിയോ കാണാം. ബൈ. ബോൺ വോയേജ് ആൻഡ് കുറാഡോ 201 HGK.